കാലിക്കറ്റിന്റെ ടീം ഈ ഭാഗത്ത് അവരുടെ സന്തോഷ പ്രകടനം നമുക്കൊരു വശത്ത് കാണാം. ഈ കപ്പ് തുടക്കം മുതൽ കാലിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഓരോ മത്സരങ്ങളും മുന്നോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ലീഗ് റൗണ്ടിലെ മത്സരങ്ങൾ ഓരോന്ന് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും 19 പോയിന്റുമായി അവർ ലീഗ് റൗണ്ടിൽ ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോൾ ഒടുവിൽ അവർ ജേതാക്കളായി എന്നുള്ളതാണ്. അർഹിച്ച വിജയം കാലിക്കറ്റിനെ തേടിയെത്തി എന്നുള്ളതാണ്. കാലിക്കറ്റിന്റെ താരങ്ങളെ നമുക്കിവിടെ കാണാം. ഈ കപ്പ് ഉയർത്തി അവർ സന്തോഷം പങ്കിടുകയാണ്. ഓരോ താരങ്ങളെയും നമുക്കിവിടെ കാണാം. ഇന്ന് എടുത്തു പറയേണ്ടത് കെൽവൻ ബെൽഫോർട്ടിന്റെ പ്രകടനം തന്നെയാണ്. ഒരു നർത്തകനെ പോലെ പന്തുമായി മൈതാനത്തിന്റെ മുക്കിലും മൂലയിലും കെൽവൻ ബെൽഫോർട്ടിനെ നമ്മൾ കണ്ടിരുന്നു. കെൽവൻ ബെൽഫോർട്ടിന്റെ അസാമാന്യമായ പ്രകടനമാണ് ഇന്നത്തെ കാലിക്കറ്റിന്റെ വിജയത്തിന് ആധാരം. മാത്രമല്ല കാലിക്കറ്റിന്റെ പ്രതിരോധ നിരയെയും എടുത്തു പറയണം. റിച്ചാർഡ് ഒസായിയോ പേരുള്ള താരങ്ങളെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാലിക്കറ്റിന്റെ ഗോൾ കീപ്പർ വിശാൽ ജൂണിനെ എടുത്തു പറയേണ്ടതുണ്ട്. മികച്ച പ്രകടനമാണ് വിശാലും കാഴ്ചവെച്ചത്. ആ തരത്തിൽ കാലിക്കറ്റിന്റെ എല്ലാ താരങ്ങളും ഒരു മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചു. ഇപ്പോൾ ക്യാപ്റ്റൻ ജിജോ ജോസഫ് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞതിൽ അതിലേറെ സന്തോഷം. ജിജോ, ഇന്നത്തെ മത്സരം കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളൊക്കെ ജിജോയ്ക്ക് മാറി നിൽക്കേണ്ടി വന്നു. പക്ഷേ ഇന്ന് രണ്ടാം പകുതിയിൽ ഇറങ്ങുകയും ആ വിജയം നുകരുന്ന നിമിഷത്ത് ജിജോ അവിടെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ പ്രകടനം? നല്ല മാച്ചായിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഗനി അവനാണ്. ഞാൻ ഒരു ഇഞ്ചുറി ആയി പോയി. പിന്നെ ഒരു മാസത്തിനിടയിൽ ഞാൻ പിന്നെ വരുന്നത്. ഞാൻ ഇങ്ങനെ ലാസ്റ്റ് ടൈമിൽ ഇറങ്ങാം എന്നുള്ളൊരു പ്രതീക്ഷയിൽ നിന്ന് പെട്ടെന്ന് അവന് ഇഞ്ചുറി. അപ്പോൾ പിന്നെ കോച്ച് നമ്മളെ തന്നെയാണ് പ്രിഫർ ചെയ്ത്. എന്തായാലും നല്ല രീതിയിൽ ജയിച്ച് അവസാനിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഈ അവസാന നിമിഷം കൊച്ചി വിറപ്പിച്ചതായിട്ട് തോന്നിയോ? ആ സമയത്ത് അവർ നിരന്തരം ആക്രമണം നടത്തുന്നുണ്ടായിരുന്നു. വിശാലിന്റെ നല്ല പ്രകടനം, നിങ്ങളുടെ പ്രതിരോധ നിരയുടെ നല്ല പ്രകടനം. അവസാന നിമിഷം എന്താണ് സംഭവിച്ചത്? ലാസ്റ്റ് ടൈമിലെ ഏതൊരു ടീമും നമ്മൾ ഡിഫെൻഡ് ചെയ്യാനേ നോക്കുള്ളൂ. പിന്നെ അത്രയധികം നമ്മൾ ഫൈനലാണല്ലോ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ടീം ഡിഫെൻഡിങ് ഗെയിമിലേക്ക് വരിക. അതിൽ അവർ കൂടുതൽ പ്രഷർ ചെയ്തു. പക്ഷെ ഒരുപാട് വിശാൽ കീപ്പർ നമ്മളുടെ ഒരുപാട് സേവുകൾ ചെയ്തു. എല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമയോട് കളിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ വിജയം കൈവരിക്കുന്നത്. കിരീടം നേടിയതിന്റെ സന്തോഷം എത്രമാത്രമേ ഉള്ളൂ. നല്ലൊരു സന്തോഷം, നല്ലൊരു മൊമെന്റാണ് നമുക്ക് തരുന്നത്. കാണികൾ നല്ലൊരു മൊമെന്റാണ് നമുക്ക് തരുന്നത്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാപ്റ്റൻ നായകൻ ജിജോ ജോസഫ് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. കാലിക്കറ്റിന്റെ നെടുന്തുണായി നിന്നത് കാലിക്കറ്റ് കോഴിക്കോട്ടെ ഫുട്ബോൾ ആരാധകരുടെ മനം കവർന്നതിന് ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ ഇതാണ് ഗ്രൗണ്ടിലെ കാഴ്ച. ആവേശം അണുവിട വ്യത്യാസമില്ലാതെ ആളുകൾ ഈ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. താരങ്ങൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും മറ്റുമായ ആരാധകര്. അതെ, കോഴിക്കോട് എന്ന സുമ്മാവ, അതാണ്. ഹരിഗോവിന്ദ് കൂടി വളരെ പെട്ടെന്ന് ചേരുകയാണ്. ഹരിഗോവിന്ദ്, ഈ മത്സരത്തിൽ ഫൈനൽ മത്സരത്തിന്റെ എല്ലാ പകിട്ടും മട്ടും ഭാവവും ഒക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും ഒരു വളരെ ആവേശം നിറഞ്ഞൊരു ഫൈനൽ തന്നെയായിരുന്നു. നമ്മൾ കാലിക്കറ്റിന്റെ ഗാലറി ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു പ്രകടനം തന്നെയാണ് ടീം പുറത്തെടുത്തത്. വളരെ ആവേശം നിറഞ്ഞൊരു പ്രകടനം തന്നെയായിരുന്നു. ആധികാരിക ജയമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഒരു ഗോൾ അവർ മടക്കിയെങ്കിൽ പോലും കോഴിക്കോടിന്റെ ഒരു ആധികാരികമായ ഒരു പ്രകടനം നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു. ഈ ടൂർണമെന്റിലുടനീളം അവരെങ്ങനെ കളിച്ചോ അതിനൊരു അർഹിച്ച വിജയം തന്നെ അവർ ഫൈനലിൽ സ്വന്തമാക്കിയിരിക്കുന്നു. ആ ഒരു കിരീടം കാലിക്കറ്റിന്റെ മണ്ണിൽ തന്നെ അവർ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം സൂപ്പർ ലീഗ് വരുമ്പോൾ ഈ ഒരു പുതിയൊരു സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷകളെ അച്ചട്ടമാക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് ഗാലറി എന്ന് പറയുന്നത്. 35,000 കാണികളാണ് ഇന്ന് കോഴിക്കോടിന്റെ മണ്ണിൽ കളി കാണാൻ എത്തിയത്. അപ്പോൾ മലയാള ഫുട്ബോളിന്റെ ഒരു ആവേശവും നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചു. കേരളത്തിൽ ഫുട്ബോൾ എങ്ങനെയാണ് ആരാധകർ മനസ്സിലേറ്റുന്നത് എന്ന് നമുക്ക് ഇന്നിവിടെ ഗ്രൗണ്ടിൽ വ്യക്തമായിരുന്നു. അത്രയധികം കാണികൾ ഇന്നുണ്ടായിരുന്നു. എന്തായാലും അർഹിച്ച ഒരു വിജയം തന്നെ കാലിക്കറ്റ് സ്വന്തമാക്കിയിരിക്കുന്നു. അർഹിച്ച വിജയം തന്നെ കാലിക്കറ്റ് സ്വന്തമാക്കി എന്നുള്ളതാണ് അവിടെ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിനപ്പുറത്ത് ഈ ടൂർണമെന്റിലെ എമർജിംഗ് താരം, യുവതാരമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് മുഹമ്മദ് അർഷഫിനെയാണ്. അർഷഫ് കാലിക്കറ്റിന്റെ താരമാണ്. ഒപ്പം തന്നെ ഈ ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ട് നേടിയിരിക്കുന്നത് ഡോറിയൽട്ടൺ നസീമന്റെയാണ്. ഏറ്റവും കൂടുതൽ ഗോളുകൾ 8 ഗോളുകളാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഈ ടൂർണമെന്റിലാകെ 8 ഗോളുകൾ ഡോറിയൽട്ടൺ നസീമന്റോ നേടി. ഈ ടൂർണമെന്റിന്റെ താരം കെൽവൻ ബെൽഫോർട്ടാണ്. മികച്ച പ്രകടനം. തുടക്കത്തിലൊന്നും ഒരുപക്ഷെ ബെൽഫോർട്ടിന്റെ രണ്ടാം പകുതിയുടെ ഒരു 60 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കോച്ച് തിരികെ വിളിക്കുമായിരുന്നു. പക്ഷേ ഈ കളിയുടെ അവസാനം ഒരു അവസാന ലീഗ് റൗണ്ടിന്റെ അവസാന ഘട്ടത്തിലും സെമിയിലും ഒക്കെ എത്തിയപ്പോൾ ടീമിന്റെ നെടുന്തൂണായി നിന്നത് കെൽവൻ ബെൽഫോർട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ
ഒരു മികച്ച പെർഫോമൻസ്, ഒരു ട്രാക്ക് റെക്കോർഡ് കെൽവിൻ ബെൽഫോർട്ടിനുമുണ്ട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ തകർത്തു വാരിയ താരമാണ്. ആ താരമാണ് ഇപ്പോൾ വീണ്ടും സൂപ്പർ ലീഗ് കേരളയിൽ വന്ന് വീണ്ടും ഏറ്റവും മികച്ച താരമായി വരുന്നത്. നല്ല പ്രകടനമായിരുന്നു. കൊച്ചിയും മികച്ച പ്രകടനം തന്നെ കൊച്ചിയും പുറത്തെടുത്തു. മോശം എന്നുള്ള ഒരു പ്രകടനമില്ല. പക്ഷേ രണ്ടാമത്തെ ഗോളിനെ ചൊല്ലി കൊച്ചിക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോൾ ഓഫ് സൈഡ് ആണെന്നുള്ള വാദം കൊച്ചിയുടെ താരങ്ങൾ മത്സരശേഷവും പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. നമുക്ക് കാലിക്കറ്റിന്റെ താരങ്ങൾ ഇപ്പോഴും ഈ ഗ്രൗണ്ടിലുണ്ട്. ഇടയ്ക്ക് കാലിക്കറ്റിന്റെ താരങ്ങൾ ഇടയ്ക്കൊന്ന് പരിക്ക് പറ്റിപ്പോയ കാലിക്കറ്റിന്റെ പ്രതിരോധ നിര താരം ഹക്കു നിൽക്കുകയാണ്. ഹക്കു ഇന്ന് ഹാപ്പിയാണ്? ഹക്കു യെസ്, തീർച്ചയായിട്ടും ഒരു ഹാപ്പി മോമെന്റ്. എന്താ പറയുക, നമ്മളെ കാലിക്കറ്റ് നമ്മളൊരു നാട് പോലെയാണ്. അവിടെ ഇങ്ങനെ ഒരു വിജയം എന്തോ ഭയങ്കര സന്തോഷം. പരിക്ക് ഉണ്ടെങ്കിലും ഇന്ന് കളിക്കളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ഇത്രയും കാലം കളിച്ചത് ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ഫൈനലിന് വേണ്ടിയിട്ടാണ് ഇത്രയും പ്രിപ്പയർഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു നിരാശ. പക്ഷേ എന്താ പറയുക, ടീം നന്നായി കളിച്ചു, ജയിച്ചു. അതിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട്. ഫൈനൽ പെർഫോമൻസിലും ടീമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ടീമിന്റെ പെർഫോമൻസ് നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു ഓപ്പോസിഷൻ എപ്പോഴും ടഫായിട്ടുള്ള ടീമാണ്. ഗോൾ അടിക്കാനാണെങ്കിലും നമ്മളെപ്പോഴും ഗോൾ സ്കോർ ചെയ്യുന്ന ടീമാണ്. അതേപോലെ നമ്മൾ ഗോൾ കൺസീഡ് ചെയ്യുന്നതിനും ഭയങ്കര കുറവാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഇത്രയും നല്ലൊരു കാപ്പബിലിറ്റി ഉള്ള ടീം ഉണ്ടായിരുന്നു. അത് ഫൈനലിൽ കാണിച്ചു. യെസ്, അപ്പോൾ വളരെ സന്തോഷത്തിലാണ്. മാത്രമല്ല മറ്റൊരു സന്തോഷം കൂടിയുള്ളത്, ക്യാപ്റ്റൻ ജിജോ ജോസഫ് പരിക്ക് പറ്റി പുറത്തു പോയപ്പം ഈ ഇടത് കൈയിലായിരുന്നു ആ ആം ബാൻഡ്. ക്യാപ്റ്റന്റെ ആം ബാൻഡ് ധരിച്ചിരുന്നത് ഇടത് കൈയിലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് സക്കു. ഇനിയും അടുത്ത സീസണും ഗംഭീരമാവട്ടെ. യെസ്, അപ്പോൾ കാലിക്കറ്റിന്റെ താരങ്ങൾ വളരെ സന്തോഷം. അവർ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ ഓടി നടക്കുകയാണ്. ഒപ്പം കാലിക്കറ്റിന്റെ തന്നെ ആരാധകരും ഈ ഗ്രൗണ്ടിൽ അവരെ വലയം ചെയ്യുന്നുണ്ട്. ആഘോഷങ്ങൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. യെസ്, തീർച്ചയായും അതാണ് തന്നെ ഗ്രൗണ്ടിൽ നിന്ന് നൽകാനുള്ളത്. ആഘോഷം നിലച്ചിട്ടില്ല. കോഴിക്കോട് നിന്ന് ഉറങ്ങാൻ പറ്റുന്ന രാത്രിയല്ല. ഈ ഗ്രൗണ്ടിൽ ഇപ്പോഴും നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും താരങ്ങളെ കണ്ട് അവർക്കൊപ്പം ഫോട്ടോ എടുത്ത് അവർക്കൊപ്പം ഈ കപ്പ് ഉയർത്തി ആസ്വദിച്ച് നിൽക്കുകയാണ് ധന്യ.